എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ദിവ്യമന്നായുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നോമ്പുകാലത്തെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 2025 മാർച്ച് 9 ഞായർ ഗർഭോ ഞായർ അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഞായർ എന്നറിയപ്പെടുന്നു. അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന യേശുക്രിസ്തു എന്നതാണ് പൊതുവിഷയം. ജീസസ് ക്രൈസ്റ്റ് ഹു ഹോൾഡ്സ് ടുഗദർ ദ നിഗ്ലക്റ്റഡ് എന്നതാണ് വിഷയം. 2500 വർഷങ്ങൾക്ക് മുൻപ് വ്യാസൻ ഇപ്രകാരം പാടി: അതിക്രാന്തേ സുഖകാലേ പ്രത്യുപ്സ്തുതി ദാരുണ ശ്വാശ്വാ പാപയേ ദിവസ പൃഥിവീ ഗത യൗവന എന്നും. എപ്പോഴാ പാടുന്നത്? 2500 വർഷങ്ങൾക്ക് മുൻപാണ്. സുഖകാലങ്ങളെല്ലാം കഴിഞ്ഞുപോയി. അനുദിന ജീവിതം ദുഃഖപൂർണവും ദുരിതപൂർണവും പരിതാപകരവും ആയി തീർന്നിരിക്കുന്നു. ഓരോ ദിനം കഴിയും തോറും പാപത്തിൻ്റെ ശക്തികൾ വർദ്ധിച്ചു വരുന്നു. യൗവനയുക്തയാകേണ്ട അല്ലെങ്കിൽ ആയിരിക്കേണ്ട ഈ ഭൂമി പടുവൃദ്ധയായി തീർന്നിരിക്കുന്നു എന്ന്. അഭ്യസ്താവിദ്യയും BSc നഴ്സും ആയ ഒരു തൊഴിൽ രഹിത മാതാവ് 2 പെൺമക്കളും ഒന്നിച്ച് ഓടുന്ന ട്രെയിനിൻ്റെ മുൻപിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എങ്കിൽ ഇന്നത്തെ അവൾ ഉൾപ്പെടുന്നതായ കുടുംബത്തിനും ഇടവകയ്ക്കും സഭയ്ക്കും സമൂഹത്തിനും അവൾക്ക് ജോലി കൊടുക്കാമായിരുന്ന സ്ഥാപനങ്ങൾക്കും എവിടെയോ സ്പർശശക്തി നഷ്ടപ്പെട്ടു എന്നാണ് ഓർപ്പിക്കുന്നത്. ആരും തൊടാത്തവരെ തൊടുന്നവനും ആരും ചേർത്ത് നിർത്താത്തവരെ നിർത്തുന്നവനുമായ യേശുവിൻ്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുന്ന ഈ പ്രത്യേക കാലയളവിൽ യേശു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. മറ്റ് വേദഭാഗങ്ങൾ ഇരമ്യാവ് 33:6 മുതൽ 11 വരെ, ഫിലമോൻ വാക്യം 8 മുതൽ 21 വരെ, യാക്കോബ് 4:7 മുതൽ 10 വരെ, എവങ്കേലിയോൻ വിശുദ്ധ മർക്കോസ് 1:40 മുതൽ 45 വരെ. ഇന്നത്തെ നമ്മുടെ വിഷയം എവങ്കേലിയോൻ ഭാഗമാണ്. അതിൻ്റെ സമാന്തര ഭാഗങ്ങൾ വിശുദ്ധ മത്തായി 8:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കോസ് 5:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും കാണാം. മർക്കോസ് പ്രത്യേകിച്ച് ഇവിടെ വെച്ചാണിത് സൗഖ്യമാക്കുന്നത് എന്ന് പറയുന്നില്ല. എന്നാൽ അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളിൽ പറയുന്നത് യേശു ഒരു നിർജ്ജന പ്രദേശത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. മത്തായി പറയുന്നു മലയിൽ നിന്ന്, അതായത് പർവ്വത പ്രസംഗത്തിൻ്റെ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ്. ലൂക്കോസ് പറയുന്നു അവൻ പട്ടണത്തിലായിരിക്കുമ്പോൾ എന്ന്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന സമയത്ത് യേശുവും ആ രോഗിയും മാത്രമേ അവിടെയുള്ളൂ. കാരണം ഉയിരിൽ പേടിയുള്ളവൻ ആരും ഈ കുഷ്ഠരോഗി അടുത്തേക്ക് പോകത്തില്ലല്ലോ. അപ്പോൾ യേശുവും അവനും മാത്രമേ ഉള്ളൂ. അവൻ വന്ന് യേശുവിൻ്റെ അടുക്കൽ മുട്ടുകുത്തി എന്നാണ് പറയുന്നത്. നാം ആരുടെ മുൻപിലാണ് മുട്ടുകുത്തുന്നത്? രാജാക്കന്മാരുടെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ ലോകപരമായ ശക്തിയും അധികാരവും ഉള്ളവരുടെ മുൻപിലാണ് വണങ്ങുകയോ അല്ലെങ്കിൽ തല കുനിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അവൻ വന്ന് യേശുവിനോട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ. ഒരു ഇംഗ്ലീഷ് പരിഭാഷ പറയുന്നത് ഇഫ് യു ചൂസ് മീ വർതി ടു ബി ഹീൽഡ്, നീ എന്നെ സൗഖ്യമാക്കാൻ ഞാൻ യോഗ്യനെന്ന് നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ ശുദ്ധമാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വായിക്കുന്നു, യേശു മനസ്സലിഞ്ഞു കൈ നീട്ടി അവനെ തൊട്ടു. അപ്പം കൈ നീട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് കൈ നീട്ടാത്തതായ സമൂഹം മാത്രമല്ല, കുഷ്ഠരോഗി വന്നാൽ കൈ
പിന്നോട്ട് വലിക്കുന്നതായ സമൂഹത്തിലാണ് യേശു അപ്രകാരം അവനെ തൊടുന്നത്. അത് നിസ്സാര കാര്യം അല്ല. യേശു കൈനീട്ടി തൊട്ടു എന്ന് പറഞ്ഞാൽ ആരും സ്പർശിക്കാത്തവരെ, ആരും അടുപ്പിക്കാത്തവരെ, ആരും കരുതാത്തവരെ യേശു കരുതി സൗഖ്യമാക്കി, പ്രശ്നം പരിഹരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ സ്പർശത്തിൻ്റെ 5 പ്രത്യേകതകൾ നമുക്ക് കാണാം. ഒന്നാമതായിട്ട്, ഇറ്റ് വാസ് എ കമ്പാഷനേറ്റ് ടച്ച്. മനസ്സലിഞ്ഞു എന്നാണ് പറയുന്നത്. അതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കുടൽ വായിൽ വന്നു എന്നാണ്. അത് നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സാഹചര്യത്തിലും അതിന് വലിയ അർത്ഥമില്ല എങ്കിലും നമ്മുടെ സാഹചര്യത്തിൽ പറയാം, യേശുവിൻ്റെ ചങ്ക് പൊട്ടി, ഹൃദയം തകർന്നു എന്ന്. കാര്യങ്ങൾ കാണുമ്പോൾ ഹൃദയം തകർന്നില്ല എങ്കിലും അല്പമെങ്കിലും കരുണ കാണിക്കാൻ ഒരു സമൂഹത്തിന് കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യം. യേശു അവനെ തൊടുന്നതിന് കാരണം ഹി വാസ് കമ്പാഷനേറ്റ്, മനസ്സലിഞ്ഞു. 2, ഇറ്റ് വാസ് ആൻ അഡ്വഞ്ചറസ് ടച്ച്. കാരണം എന്താണ്? യഹൂദ സമൂഹത്തിൽ ഒരു കുഷ്ഠരോഗിയെ അടുപ്പിക്കത്തില്ല. അവൻ അടുത്ത് വന്നാൽ അവനെ ആട്ടിപ്പായിക്കും. ഒരു ആരോഗ്യമുള്ളവനും ഉയിരിൽ പേടിയുള്ളവൻ ആരും തന്നെ ഒരു കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് പോവുകയുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് വളരെ സാഹസികമായ ഒരു സ്പർശത്തിനായി യേശു മുൻകൈ എടുക്കുന്നത്. ഇറ്റ് വാസ് ആൻ അഡ്വഞ്ചറസ് ടച്ച്. 3, ഇറ്റ് വാസ് എ കോൺഫിഡൻഷ്യൽ ടച്ച്. അതായത് നാം വായിക്കുന്നത്, കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് വന്നു. അവൻ്റെ അടുത്ത് യേശു അല്ലാതെ മറ്റാരുമില്ല. കാരണം ഒരു കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് ആരും വരികയില്ല എന്നുള്ളത് സൂചിപ്പിച്ചല്ലോ, അല്ലെങ്കിൽ നമുക്കറിയാതെ. അപ്പോൾ ഏകാന്തതയുടെ അനുഭവത്തിൽ നമ്മളൊക്കെ തള്ളപ്പെടുകയും ആരും അടുത്ത് വരാത്ത അവസരത്തിൽ നമ്മളോട് ചേർന്ന് നടക്കുന്ന സഖിയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായിട്ട് മറ്റാരുടെയും സാന്നിധ്യമല്ല, യേശുവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു. 4, ഇറ്റ് വാസ് എ കോൺസിക്രേറ്റഡ് ടച്ച് ഓർ കോൺസിക്രേറ്റിംഗ് ടച്ച്. ഞാനോ നിങ്ങളോ തൊട്ടാൽ സാഹചര്യങ്ങൾക്ക്, വ്യക്തികൾക്ക്, മനോഭാവങ്ങൾക്ക് മാറ്റം വരികയില്ല. എന്നാൽ ഒരു യേശു തൊട്ട് കഴിയുന്നതായ അവസരത്തിൽ, യേശു തൊടുന്നതായ അവസരത്തിൽ അവിടെ അതിന് വ്യത്യാസം ഉണ്ടാകുന്നു എന്നതാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഞാൻ തൊട്ടാൽ ഉദ്ദേശ്യരഹിത കാര്യങ്ങൾ ഉദ്ദേശ്യപൂർണമായി തീരുകയില്ല. യേശു തൊട്ടാൽ ഉദ്ദേശ്യരഹിതമായ കാര്യങ്ങൾ ഉദ്ദേശ്യപൂർണമായിട്ട് തീരും. യേശു തൊട്ടാൽ ശുദ്ധിയില്ലാത്തത് ശുദ്ധിയുള്ളതായി തീരും. യേശു തൊട്ടാൽ പ്രയോജനമില്ലാത്തത് പ്രയോജനമുള്ളതായി തീരും. യേശു ഒരു മനുഷ്യനെയോ വസ്തുവിനെയോ തൊട്ടാൽ അതിന് പരിവർത്തനം വരും. ഇറ്റ് ഈസ് എ കോൺസിക്രേറ്റിംഗ് ടച്ച്. 5 നാം ഇവിടെ വായിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്, ഇറ്റ് വാസ് എ ട്രാൻസ്ഫോർമേറ്റീവ് ടച്ച്. അത് രൂപാന്തരപ്പെടുത്തുന്നതായ സ്പർശമായിരിക്കുന്നു എന്ന്. അവന് കുഷ്ഠമായിരുന്നു. അവൻ്റെ ദേഹം മുഴുവനും വികൃതമായിരുന്നു, വിരൂപമായിരുന്നു. അപ്രകാരമുള്ള ആ ശരീരത്തെ യേശു തൊട്ട് കഴിഞ്ഞപ്പോൾ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു എന്ന് 42 വാക്യം പറയുന്നു. യേശു പിന്നെ പറയുകയാണ്, നീ അമർച്ചയായിട്ട് ശാസിച്ച് പറയുകയാണ്, നീ ആരോടും ഇത് പറയരുത് എന്ന്. ഞാനായിരുന്നെങ്കിൽ അടുത്ത നിമിഷം അത് ഫേസ്ബുക്കിലിട്ടേനെ. ഞാനായിരുന്നുവെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ ഫോമേഴ്സിനോട് പറഞ്ഞേനെയും, അവിടെ 10 പേരെ അറിയിച്ചേര്, ഞാനിങ്ങനെ സൗഖ്യമാക്കിയിട്ടുണ്ട്, 10 പേരെ അറിയട്ടെ എന്ന്. യേശു പറയുന്നു, ആരോടും പറയരുത് എന്ന്. എന്നാൽ അവൻ എന്നാ ചെയ്യുന്നത്? അവൻ പള്ളിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു. എന്നിട്ട് അവൻ
യേശു പറഞ്ഞു ആരോടും പറയരുത്. പക്ഷെ ഇവൻ ചെന്ന് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങിയെന്നാണ് 45-ാമത്തെ വാക്യം പറയുന്നത്. സോ വാട്ട് ഈസ് ഗോസ്പൽ? ഗോ ആൻഡ് സ്പെൽ വാട്ട് ഈസ് ഫിൽഡ് ഇൻ യുവർ ഹാർട്ട്. അതാണ് ഗോസ്പൽ. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വേണം വായ സംസാരിക്കാൻ. അതുകൊണ്ട് ജീവിതത്തിൽ അനുഭവിച്ചതായ നന്മകൾ, ജീവിതത്തിൽ ദൈവം ചെയ്തതായ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനായിട്ടുള്ള ഒരു ഞായറാഴ്ചയായി, തൊലിപ്പുറത്തുള്ള കുഷ്ഠത്തെക്കാൾ ഉപരിയായി മനസ്സിൻ്റെ കുഷ്ഠം അനുഭവിക്കുന്നതായ നമുക്കേവർക്കും യേശുവിൻ്റെ സ്പർശം സൗഖ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.